തന്റെ അപാരമായ സമ്പത്തും ശക്തിയും പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരിക്കൽ കുബേരൻ കൈലാസത്തിൽ എത്തി ഭഗവാൻ ശിവനോട് തന്റെ കൊട്ടാരത്തിൽ കുടുംബസമേതം വന്നു വിരുന്നു സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരാമെന്നും പക്ഷേ ഉണ്ണി ഗണപതി ആളൊരു ഭക്ഷണപ്രിയനാണ് എന്നും ഭഗവാൻ മറുപടി നൽകി. എത്ര കഴിച്ചാലും തീരാത്ത അത്ര ഭക്ഷണം നമ്മുടെ പക്കൽ ഉണ്ട്, അവിടുന്ന് മടിക്കാതെ വരൂ എന്ന് കുബേരൻ പറഞ്ഞു. കുബേരന്റെ അഹങ്കാരം നിറഞ്ഞ മറുപടി കേട്ട് ശിവൻ ഉള്ളിൽ ചിരിച്ചു. വൈകാതെ അവർ കുടുംബസമേതം രാജധാനിയായ അളകാപുരിയിൽ ചെന്നു. അങ്ങനെ അവർ ആഹാരം കഴിക്കാൻ തുടങ്ങി. പാത്രങ്ങളിലുണ്ടായിരുന്ന മോദകങ്ങളെല്ലാം ഗണപതി ക്ഷണം നേരം കൊണ്ട് അകത്താക്കി. എനിക്കിനിയും വേണമെന്ന് കുബേരനോട് ഗണപതി ആവശ്യപ്പെടുന്നു. കുബേരൻ വീണ്ടും ഭക്ഷണം കൊടുക്കുകയും ക്ഷണനേരം കൊണ്ട് കൊടുത്ത ചോറും പലഹാരങ്ങളും ഗണപതി പെട്ടെന്ന് കാലിയാക്കി. വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ട ഗണപതിക്ക് കൊട്ടാരത്തിൽ ബാക്കിയായ ആഹാരം കുബേരൻ നൽകി. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഗണപതി അവയും അകത്താക്കി. എനിക്ക് വിശക്കുന്നു എന്ന് ഗണപതി വീണ്ടും പറയുകയും ആഹാരം എല്ലാം അപ്പോഴേക്കും തീരുകയും ചെയ്തു. വിശന്നു വലഞ്ഞ ഗണപതി പാത്രങ്ങൾ എടുത്തു വിഴുങ്ങാൻ തുടങ്ങി. ചെറിയ പാത്രങ്ങൾ തീർന്നപ്പോൾ വലിയ ചെമ്പുകളും ഉരുളികളും ഗണപതി അകത്താക്കി. എന്നിട്ടും വിശപ്പ് മാറാതെ ഗണപതി കുബേരൻ നേരെ തിരിഞ്ഞു. പേടിച്ചുപോയ കുബേരൻ ഓടി ഭഗവാൻ ശിവന്റെ അടുത്ത് എത്തി ക്ഷമ ചോദിച്ചു. പ്രഭോ, എന്നോട് ക്ഷമിക്കണം, ഗണപതിയുടെ വിശപ്പ് ശമിപ്പിക്കണമെന്ന് ഭഗവാനോട് കുബേരൻ അഭ്യർത്ഥിക്കുന്നു. ഭയപ്പെടാതെ ഇരിക്കുമെന്ന് ഭഗവാൻ ശിവൻ കുബേരനോട് പറയുന്നു. പാർവതി ദേവി ഉടനെ ഒരു പാത്രത്തിൽ പാലെടുത്ത് ഗണപതിക്ക് കൊടുത്തു. പാൽ കുടിച്ചതും ഗണപതിയുടെ വിശപ്പ് മാറി. ഗണപതിയുടെ വിശപ്പ് ക്ഷമിക്കാൻ നെല്ലാണ് കൊടുത്തതെന്നും കഥയുണ്ട്. അവസാനം കുബേരൻ ശിവപാർവതിയോട് ക്ഷമാപണം നടത്തി. സമ്പത്ത് ഉണ്ടെന്നു കരുതി ഞാൻ അല്പം അഹങ്കരിച്ചു പോയി, പ്രഭു ക്ഷമിക്കണം എന്നും പറഞ്ഞു കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു.